then നിങ്ങൾ OET എക്സാം ബുക്ക് ചെയ്ത് OET എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ എൻറ്റയർ ആയിട്ടും കാണുക. ബിക്കോസ് എങ്ങനെ ഒരു പ്രോപ്പർ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ടൈം ടേബിൾ നിങ്ങളുടെ എക്സാമിന് മുന്നേ ഓക്കെ അല്ലേ, എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു മാറ്ററാണ്, എല്ലാവരും ചോദിക്കുന്നത് ആ ഒരു ഡൗട്ടാണ് കോമൺലി. എക്സാമിന് മുന്നേ എങ്ങനെ ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു പാറ്റേൺ, കാര്യം എക്സാമിന് ഒരാഴ്ച മുന്നേയും അല്ലെങ്കിൽ എക്സാമിന് ഒരു മാസം മുന്നേയും വിളിച്ച് കുട്ടികൾ ഡൗട്ട് ചോദിക്കാറുണ്ട്, സാർ എന്താ ചെയ്യുക, അതിന് സ്കോർ കിട്ടുന്നില്ല, ബാക്കി കാര്യങ്ങളാണ് ഡൗട്ടാണ് എന്നെല്ലാം ചോദിക്കാറുണ്ട്. സോ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതിനെ ഒന്ന് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ മുഴുവനും പറയാൻ പോകുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു പോയിൻറ്റ്സും സ്ട്രാറ്റജീസും. ഓക്കെ, ഹലോ ഓൾ, വെൽക്കം ടു ചാനൽ MNC കപ്പിൾ. ഞാൻ യദുകൃഷ്ണ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളിപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബിഗിനർ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതിയ ഒരാളാവട്ടെ, നിങ്ങൾക്ക് എക്സാമിന് ഒരു 1 month മുന്നേ ആവട്ടെ, അല്ലെങ്കിൽ എക്സാമിന് ഇൻ ബിറ്റ്വീനുള്ള ടൈം ആവട്ടെ, 2 weeks ആവട്ടെ, 1 week ഗ്യാപ്പ് ആവട്ടെ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഓൾറെഡി നിങ്ങളെല്ലാ സബ് ടെസ്റ്റും നിങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് അറിയായിരിക്കും അല്ലേ. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ലിസ്ണിംഗ് എന്താണ്, റീഡിങ് എന്താണ്, റൈറ്റിംഗ് എന്താണ്, സ്പീക്കിംഗ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ അതെല്ലാം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യാൻ നിങ്ങൾക്ക് അതിനകത്ത് സ്കോർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസ് നന്നായിട്ട് പോകുന്നുണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ വീട്ടിലിരുന്നാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇനി എന്താണ് ഞാൻ പറയാൻ പോകുന്ന ഷെഡ്യൂൾ അല്ലെങ്കിൽ ടൈം ടേബിൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എക്സാമിന് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള മെയിൻ ഒരു ടിപ്സാണ്. കാര്യം അവർക്ക് നന്നായിട്ടുള്ള സ്കോറും കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്, ഈ ഒരു ഇൻഫർമേഷൻ. സോ നിങ്ങളുടെ മെറ്റീരിയൽസ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റ് ഔട്ട്സ് കാണുമായിരിക്കും മിക്കപ്പോഴും. റീഡിങ്ങിൻ്റെ ആവട്ടെ, ലിസ്ണിങ്ങിൻ്റെ ആവട്ടെ, നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട്സ് എടുത്ത് നിങ്ങൾ കുറച്ചെങ്കിലും വാരി വലിച്ച് നിങ്ങൾ എല്ലാത്തിൻ്റെയും പ്രിൻ്റ് ഔട്ട്സ് എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങളുടെ എക്സാം നിയർ ബൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനുള്ള കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് എടുക്കുക. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മോക്ക് എക്സാം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുക എന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടിരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നടത്താം. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുള്ള ഈസി ആയിട്ടുള്ള കാര്യമാണ് ഇതിന്. ഒരിടത്തും മോക്ക് എക്സാം എന്ന് പറഞ്ഞു കൊണ്ടുപോയി നിങ്ങൾക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ വിചാരിച്ചാൽ നിങ്ങൾ ഇത്രയും കാശ് OET പഠിക്കുന്നതിനും OET എക്സാമിന് വേണ്ടിയിട്ടും കളയുന്നുണ്ട് ഇല്ലേ. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിചാരിച്ചുകൂടെ ഒരു മോക്ക് എക്സാം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നടത്തിക്കൂടാന്നുള്ള കാര്യം ഇല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കുന്നവരാണ് നിങ്ങൾ. ഓഫ് കോഴ്സ് മിക്കപ്പോഴും മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് നിങ്ങൾ ഒരുമിച്ച് അക്കമ്പനി ചെയ്ത് പഠിക്കുന്നവരായിരിക്കും അല്ലേ. ആരെങ്കിലും കമ്പനിയാണ് നിങ്ങൾക്ക് തന്നെ. ഇനിയിപ്പോൾ അതില്ലാതായിക്കോട്ടെ എങ്കിലും നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുക നിങ്ങൾ ഇനി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, നിങ്ങൾ തലേ ദിവസം നിങ്ങൾ നെക്സ്റ്റ് ഡേ ഒരു മോക്ക് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം കിടക്കുന്നതിന് മുന്നേ തന്നെ റീഡിങ്ങിൻ്റെയും ലിസ്ണിങ്ങിൻ്റെയും റൈറ്റിങ്ങിൻ്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെറ്റാക്കി വെക്കുക. നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് നാൾക്ക് മുന്നേ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് അതൊരിക്കലും റിപ്പീറ്റ് ആയിരിക്കും ചിലപ്പോൾ, കാര്യം നിങ്ങളെല്ലാം ചെയ്ത് കാണാം. പക്ഷേ കുറച്ച് നാളൊരു ഗ്യാപ്പ് ഉള്ളൊരു മെറ്റീരിയൽ ആയിരിക്കണം നിങ്ങൾ എടുത്തു വെക്കേണ്ടത്. ഉറപ്പ് വരുത്തുക ആ മെറ്റീരിയൽസിനകത്ത് നിങ്ങൾ വേറെ മാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ ആൻസേഴ്സോ ഒന്നും എഴുതി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ ആൻസേഴ്സ് ഒന്നും അതിനകത്ത് മാർക്ക്ഡ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലാത്തവർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇതുവഴി ഉപകാരം ഉണ്ടാകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഹാളിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. ഓക്കെ അല്ലേ. കാര്യം അവിടെ നിങ്ങൾക്ക് ലിറ്ററലി ഒരു 3 hours ടൈം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ ഒരു 3 hours നിങ്ങൾ ഒരിക്കലും വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക്, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഒരിക്കലും വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ആ ഒരു 3 hours നിങ്ങൾ എൻറ്റയർലി നിങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ടോ? ഇല്ലായിരിക്കും. മോസ്റ്റ് കോമൺലി ഇപ്പോഴെല്ലാവരും ഇല്ല എന്നായിരിക്കും പറഞ്ഞത്, എനിക്ക് ഉറപ്പായിരിക്കും. വളരെ ചുരുക്കം പേര് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഒരു 3 hours നിങ്ങൾക്ക് ഒരു ഗ്യാപ്പും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻ ബിറ്റ്വീൻ ഒരു 5 minutes അല്ലെങ്കിൽ 2 minutes ഷോർട്ട് ബ്രേക്സ് കിട്ടുന്ന, അല്ലാതെ ബാക്കി ഒരു ബ്രേക്ക് നിങ്ങൾക്ക് എക്സാം ഹോളിൽ കിട്ടുന്നില്ല. മനസ്സിലായോ? സോ ആ ഒരു എൻറ്റയർ ലെങ്ത് ഓഫ് പീരീഡിൽ നിങ്ങൾ എങ്ങനെ ആ ഒരു കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നു, അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോഴ്സ് അവിടുത്തെ ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് മാറുക. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു 3 hours നിങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു എക്സാം ടൈം നിങ്ങൾ നിങ്ങളുടെ റൂമിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മോക്ക് എക്സാം പോലെ. സോ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺസ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു
ഒരു 5 to 6 പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ദിവസവും നിങ്ങൾ രാവിലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രീ അറേഞ്ച് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽസ് തലേ ദിവസം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഡേ കറക്റ്റ് നിങ്ങളുടെ എക്സാം തുടങ്ങുന്നത് 9 മണിക്കായിരിക്കും. സെയിം അതേ ടൈമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമോ ഉറപ്പുവരുത്താൻ നിങ്ങൾ ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ നെക്സ്റ്റ് ഡേ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ആ ഒരു 3 hours നിങ്ങൾ മോക്ക് ചെയ്യാൻ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് വേറൊരു ഡിസ്ട്രാക്ഷൻസും വരാൻ ചാൻസ് കുറവായിരിക്കും എന്നുള്ള രീതിയിൽ ഉറപ്പ് വരുത്തുക. എനിക്കറിയാം ഒരുപാട് പേരും ലൈക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്കും കുട്ടികളുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പെയർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഡാം ഷുവറാണ് ഞാൻ അതിനെ പറ്റിയിട്ട് അത്രയും കോൺഫിഡൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങളിൽ തന്നെ വിശ്വാസം കൊടുക്കുക, അല്ലാതെ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ ഒരു എക്സാം എഴുതുന്ന പോലെ തന്നെ നിങ്ങൾ അതിനെ റെഡിയാക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, സെയിം ആസ് ലിസ്ണിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ലിസ്ണിങ്ങിൻ്റെ ആ ഓഡിയോ കംപ്ലീറ്റ് ആവുന്നവരെ നിങ്ങൾ ലിസ്ണിങ്ങിൻ്റെ മെറ്റീരിയൽ തീർക്കുക. അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആൻസേഴ്സോ ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ മാറ്റി വെക്കുക. അടുത്തൊരു 1 or 2 minute നിങ്ങൾ ഗ്യാപ്പ് കൊടുത്തിട്ട് റീഡിങ്ങിൻ്റെ മെറ്റീരിയൽ എടുക്കുക. റീഡിങ് കറക്റ്റ് എ പാർട്ട് നിങ്ങൾ 15 minutes നിങ്ങൾ ചെയ്ത് തീർക്കുക. കറക്റ്റ് ടൈം സെറ്റ് ചെയ്ത് തന്നെ പോവുക. ഓക്കെ അല്ലേ? അലാം ബീപ്പ് ചെയ്യുമ്പോൾ തന്നെ മാറ്റുക. ബിയും സിയും എടുക്കുക. 45 minutes കൊണ്ട് ബിയും സിയും കംപ്ലീറ്റ് ചെയ്യുക, അതിനെ മാറ്റുക. ദെൻ ഒരു ഗ്യാപ്പ് കൊടുക്കുക. റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കുക. റൈറ്റിംഗ് 45 minutes 5 minutes നിങ്ങൾ വായിക്കുക. അതിനുശേഷം 40 minutes കൊണ്ട് നിങ്ങൾ എഴുതി തീർക്കുക. സോ ഇതാണ് നിങ്ങൾ ലിറ്ററലി ചെയ്യേണ്ട കാര്യം. ഇങ്ങനെ തുടക്കത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, മനസ്സിലാക്കുക. ഈ ഒരു ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ എക്സാം ഹോളിലും ഫേസ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു പോർഷൻ നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളൊരു സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സെയിം കാര്യം നിങ്ങൾ 2-3 തവണയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു വ്യത്യാസം നിങ്ങളിൽ മനസ്സിലാവും. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ ആയിരിക്കില്ല നിങ്ങൾ രണ്ടാമത്തെ തവണ ചെയ്യുന്നത്, രണ്ടാമത്തത് പോലെ ആയിരിക്കില്ല 3 ചെയ്യുന്നത്. കാര്യം നിങ്ങൾ ഒരുപാട് ഈസ്ഡ് ആവും, അതിനകത്ത് യൂസ്ഡ് ആവും ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ അല്ലേ? സോ എക്സാം ഹോളിൽ പോകുമ്പോഴും ഇതേ പ്രോസസ്സാണ് നിങ്ങൾ അവിടെ നടത്താൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ അത്രയും നിങ്ങൾ എന്തായിരിക്കും ഒരു കൺവീനിയൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ എക്സാം ഹോളിൽ പോകുമ്പോൾ, മെയിനായിട്ട്. മനസ്സിലായോ? സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് ഒരുപാട് കുട്ടികളും ചെയ്യാറില്ല. ഓക്കെ, അപ്പം മേക്ക് ഷുവർ ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എക്സാമിന് പോകുന്നതെന്നുള്ള കാര്യം. ദെൻ പഴയപടി തന്നെ നിങ്ങൾ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, റൈറ്റിംഗ് വരെയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് നിങ്ങളൊരു സ്പീക്കിംഗ് സെഷൻ അറേഞ്ച് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവാലുവേറ്റ് ചെയ്യുക. സോ ലിറ്ററലി ഒരു ദിവസം നിങ്ങൾ 4 എണ്ണം ചെയ്തു എന്നുള്ളൊരു എഫക്റ്റുമായി. മനസ്സിലായോ? നിങ്ങൾ 2 സ്പീക്കിംഗ് ചെയ്യും, ഒരു റൈറ്റിംഗ് ചെയ്യും, ഒരു റീഡിംഗ് ചെയ്യുന്നുണ്ട്, ലിസ്ണിംഗ് ചെയ്യുന്നുണ്ട്. റീഡിംഗ് ലിസ്ണിംഗ് നിങ്ങൾ ആൻസർ കീസ് നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. റൈറ്റിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്യൂട്ടേഴ്സ് വഴിയോ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം കറക്ഷൻസും ബാക്കി കാര്യങ്ങളും നോക്കാം. സോ അങ്ങനെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മോക്ക് എക്സാം നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകാം. ഇനി റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട, ലൈക്ക് ആര് കറക്റ്റ് നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുള്ള ലെറ്റേഴ്സ്, അതായത് ഒരു 10 ദിവസം മുന്നേ എഴുതിയിട്ടുള്ള ലെറ്റേഴ്സ് നിങ്ങൾ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് അതിൻ്റെ കറക്ഷൻസ് നിങ്ങളുടെ ട്യൂട്ടേഴ്സ് വഴി കിട്ടിയിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഓഫ് കോഴ്സ് ഒന്ന് മറന്നുപോയി കാണും. സോ ആ ലെറ്റേഴ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കറക്ഷൻ കിട്ടിയ ലെറ്റർ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ നോക്കുക. ഓക്കെ അല്ലേ? ഇതെല്ലാം ഞങ്ങളുടെ സ്റ്റുഡൻസിന് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ. സോ ഒഫീഷ്യലി അവർക്ക് നല്ല റിസൾട്ട്സും ബാക്കി കാര്യങ്ങളും കിട്ടി ബാക്കി കാര്യങ്ങളിലോട്ട് പോകുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നത്. എനിക്കറിയാം ലേറ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. കാര്യം ഒരുപാട് സ്റ്റുഡൻസും ബാച്ചസുമായിട്ട് നമ്മളും ബിസിയാണ്, ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതാണ് ഈ യൂട്യൂബ് വീഡിയോസ് ഇടാനും ഡിലേ വരുന്നത്. പക്ഷേ നിങ്ങൾ ഉറപ്പ് വരുത്താൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. സോ നിങ്ങൾക്ക് നമ്മൾ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അതൊന്നും വിട്ടു പോകത്തുമില്ല. പിന്നെ ബാക്കി കാര്യങ്ങൾ ഇൻഫർമേഷൻസും എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ലൈവ് സെഷൻസിൻ്റെ സൂമിൻ്റെ ഫ്രീ സെഷൻസും എല്ലാം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ തന്നെ ടെലഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൈലി റെക്കമെൻഡഡ് നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാം. കാര്യം അത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ആർക്ക് വേണമെങ്കിലും അതിനകത്ത് ജോയിൻ ചെയ്യാം. സോ നിങ്ങൾക്ക് നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കിട്ടുകയും ചെയ്യും. സോ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സാമിന് മുന്നേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് ഒരു ചേഞ്ച് മനസ്സിലാവുകയും ചെയ്യും. സോ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഒരു ഫീൽ ഡിഫറൻറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഇതൊരു അപ്പ് പൊസിഷനിലേക്ക് എത്തുള്ളൂ യൂട്യൂബിൻ്റെ. സോ ദാറ്റ് നിങ്ങളെ ഇതേപോലെ തന്നെ OET സ്ട്രഗിൾ ചെയ്യുന്ന ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇത് കാണാനും പറ്റും, അവർക്കത് യൂസ്ഫുൾ ആവുകയും ചെയ്യും. കാര്യം ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പോൾ നമ്മൾ കണ്ടൻറ് ഇല്ലാത്ത ഒരു വീഡിയോയും തന്നെ ഇതുവരെ ഇട്ടിട്ടില്ല. അത്യാവശ്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കണ്ടൻറ്റ്സ് ഉള്ളത് കാര്യം മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് മാക്സിമം വേണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ബാക്കിയുള്ള കുട്ടികളിലേക്ക് എത്തിക്കാനും പറ്റുള്ളൂ. കാര്യം ഒരുപാട് പേര് എന്താ ലൈക്ക്
പ്രാക്ടീസിനോ ബാക്കി കാര്യങ്ങൾക്കോ കാശില്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്, സെൽഫ് സ്റ്റഡിങ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. സോ അവരിലേക്കൊക്കെ ഈ ഇൻഫർമേഷൻ മാക്സിമം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഞങ്ങൾ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു. പറ്റാവുന്ന രീതിയിലൊക്കെ നിങ്ങൾ മീഡിയാസിലൂടെ ഇത് ഷെയർ ചെയ്യുക നല്ല രീതിയിൽ തന്നെ. ആൻഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കുക. ആൻഡ് നിങ്ങളുടെ ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് നിങ്ങൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. സോ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ്. ബൈ.